welcome back to YouTube channel. അപ്പോൾ ഇന്ന് ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് വീഡിയോസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇന്ന് ഇവൻ്റെ മുടി ഒന്ന് വെട്ടാൻ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവൻ്റെ ഹെയറൊക്കെ ഞാനാണ് കൂടുതൽ വെട്ടുന്നത് ഗൈസ്. അപ്പോൾ ബാർബർ ഷോപ്പിലൊന്നും അങ്ങനെ പോകുന്നില്ല, ഞാൻ തന്നെയാണ് ഈ സ്റ്റൈലിഷ്. അപ്പം ഒരുപാടങ്ങ് മുടിയങ്ങ് വളർന്ന് ഞാനിത് ഫാഷൻ വെട്ടി കാണിക്കാം. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ വീഡിയോസൊക്കെ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ കമൻറ്റ്സൊക്കെ പറയാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയണം, ഓക്കെ. അപ്പോൾ ഗൈസ്, ഇതാണ് അവൻ്റെ മുടി വെട്ടാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ട്രിമ്മർ. ഈ ട്രിമ്മർ നമുക്ക് ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇതിങ്ങനെ സൈസൊക്കെ കറക്റ്റായിട്ട് എടുക്കാം. പിന്നെ ഇത് മേപ്പോട്ടും താപ്പോട്ടും ഒക്കെ ആക്കാൻ പറ്റുന്നതാണ്. ഇത് ഇവിടെയാണ് പ്രസ് ചെയ്യുന്നത്. ഇതിൻ്റെ സൗണ്ട്, ഇത് ചാർജബിളാണ്, നമുക്ക് ചാർജ് ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഞാനിതൊന്ന് മുടി വെട്ടാനായിട്ട് ഞാൻ പോവാണ് ഗൈസ്, ഓക്കെ. ഇപ്പം ഞങ്ങൾ പുറത്തല്ല കാറ്റൊക്കെ കൊണ്ടുകൊണ്ട് ആളിനെ മുടി വെട്ടിയെന്നിട്ട് നമ്മൾ പുറത്തായിട്ട് ഇരിക്കുകയാണ് ഗൈസ്. അപ്പം മുടി ഒരുപാട് അങ്ങ് വളർത്തിരിക്കുകയാണ്. അപ്പം ഞാനതൊന്ന് ക്ലീനപ്പ് ചെയ്ത് ഒരു നല്ല രീതിയിലാക്കാൻ വിചാരിച്ച്. ഭയങ്കരമായിട്ട് വളർന്നിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാനത് വെട്ടി കാണിക്കാം. അപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ എൻ്റെ മോൻ്റെ മുടിയൊന്ന് ആദ്യം ചീകിയിട്ട് ലെവലൊന്ന് കറക്റ്റ് ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് എന്നിട്ട് ട്രിമ്മർ എടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഷേപ്പൊക്കെ ഒന്ന് കറക്റ്റാക്കി ലെവലൊക്കെ ഒന്ന് സൈഡിലോട്ടൊക്കെ ചീകിയിട്ട് ലെവൽ പിടിച്ചിട്ടാണ് ഞാൻ ട്രിമ്മറിൻ്റെ ഇത് ഷേപ്പ് ചെയ്യാൻ പോകുന്നത്. അവന് വരുന്നൊക്കെ പിള്ളേരാകുമ്പോൾ പ്രത്യേകിച്ച് അടങ്ങിയിരിക്കില്ല. അവന് ഓരോ കോസ്റ്റ്യൊക്കെ കാണിച്ചു ഞാൻ പിടിച്ചിരുത്തിയാണ് ഞാൻ ചെയ്യുന്നത്. അതും നല്ല കാറ്റ് വരുന്നുണ്ട്, അവന് കൂടുതൽ തണുക്കുന്നെന്ന് പറഞ്ഞിട്ട് കിടന്ന് കരയായിരുന്നു. പിന്നെ ഞാൻ ട്രിമ്മർ ഉപയോഗിക്കാൻ തുടങ്ങിയത് സത്യം പറഞ്ഞാൽ ഞാൻ കൊറോണ സമയത്താണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ സമയത്തൊന്നും ബാർബർ ഷോപ്പിലൊന്നും പുറത്ത് നമുക്കൊന്നും പോകാനോ എടുക്കാനോ ഒന്നും പറ്റില്ലായിരുന്നു. അങ്ങനെയാണ് ഞാൻ ട്രിമ്മർ യൂസ് ചെയ്യാൻ പഠിച്ചത്. അപ്പോൾ എനിക്കത് ചെയ്ത് ഇപ്പം കുറച്ച് എക്സ്പീരിയൻസ് ആയതുകൊണ്ടാണ് എൻ്റെ മക്കളുടെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. വെറുതെ എന്തിനാ ബാർബർ ഷോപ്പിൽ പൈസ കൊണ്ട് കളയുന്നത്. അപ്പം അറിയുകയാണെങ്കിൽ ചെയ്യാൻ നോക്കുക. പിന്നെ സൂക്ഷിക്കണം, ബ്ലേഡാണ്. അപ്പം ബ്ലേഡാകുമ്പോൾ കുട്ടികൾക്ക് പുറത്തെ ബാക്കിൽ ഞരമ്പുകളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അത് നല്ലോണം കെയർ ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അല്ലാതെ അറിയാത്തൊരു ബാർബർ ഷോപ്പിൽ തന്നെ പോകുന്നതാണ് നല്ലത് കേട്ടോ. പിന്നെ എനിക്ക് 2 കുട്ടികളാണ്, ട്വിൻസാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് 2 പേരും
അങ്ങനെ ഒരുവിധമൊക്കെ പൊടിയൊക്കെ വെട്ടിക്കഴിഞ്ഞു ഗൈസ്. ഇനി അവിടെ ഇവിടെ കുറച്ചൊക്കെ കടിച്ചു പറിച്ചിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇനി ഷാമ്പൂ ഒക്കെ തലയൊക്കെ ഇട്ട് ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരണം. നനഞ്ഞ മുടിയായിട്ടൊന്ന് ചീരി ഷാമ്പൂ ഒക്കെ ഇട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പം ഇപ്പം മുടി അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. നോക്കിക്കേ എങ്ങനെയുണ്ട് മോനെ? കണ്ട എന്ത് കടിച്ചേ? ഇനി അപ്പോഴും ചെല്ലി പതുക്കെ ബാക്ക് കാണിച്ച്